അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് സ്തോത്രം ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. ഈ പ്രഭാതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദ്യമായി ചാരയിരിപ്പുണ്ട്. തോളത്ത് ചേർന്ന് സ്തോത്രം നിങ്ങളെ മാറുവോട് ചേർത്ത് പിടിക്കുന്ന കരം നിങ്ങളൊന്ന് അനുഭവിച്ചറിയണം. സ്തോത്രം ഒരിക്കലും നമ്മെ പിരിഞ്ഞു പോകുന്ന ഒരു ദൈവമല്ല. നാം അവനെ പിരിഞ്ഞു പോയാലും ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, നമ്മുടെ പിന്നാലെ ആ സാന്നിധ്യമുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കർത്താവുമായി അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ പിരിഞ്ഞു പോകുന്നില്ല. സ്തോത്രമാകിയാൽ ആ ദിവ്യ സാന്നിധ്യത്തിന് നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. എപ്പോഴും ഒരു കോൺഷ്യസ് മൈൻഡിലായിരിക്കണം. കർത്താവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം നാം എപ്പോഴും നടക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നൊക്കെ പ്രത്യേകം ഓർക്കണം. ആ പ്രസൻസിനെ അറിഞ്ഞ് കർത്താവിൻ്റെ സാമീപ്യത്തെ അറിഞ്ഞ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമഹത്വം കാണാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവമഹത്വം കാണാൻ കഴിയും. നിങ്ങൾ സംസാരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കാണുവാൻ കഴിയും. നാം കർത്താവിലല്ലേ സഞ്ചരിക്കുന്നത്, കർത്താവിനോട് കൂടെയല്ലേ. നാം പറയുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം നമ്മുടെ ഹൃദയവും എല്ലാം അറിയുന്ന ദൈവം ആ നമ്മുടെ വാക്കുകളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. നമുക്ക് വളരെ വേഗത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത് വാക്യമാണ്. സ്തോത്രം. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന്. നമ്മൾ ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാരോട് സംസാരിക്കേണ്ടവരുണ്ട്. ഒന്നുമില്ലെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ചു പേരാണെങ്കിലും അവരോടാണെങ്കിലും എല്ലാ ദിവസവും സംസാരിക്കേണ്ടതായി വരുന്നുണ്ട്. അപൂർവം ആൾക്കാർക്ക് ആരോടും മിണ്ടാതിരിക്കേണ്ട ഒരു അനുഭവം ഉണ്ടാവുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന്. കാരണം അതെന്തോ അറിയുവാൻ അല്ലേ, ചോദിക്കുന്നതിന് ഉത്തരം അങ്ങ് പറഞ്ഞാൽ പോലെ. പക്ഷെ അങ്ങനെയല്ല. തിരുവചനം പറയുന്നത് നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരുമായിരിക്കട്ടെ എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. നമ്മൾ ആരോട് സംസാരിച്ചാലും കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം, അതുപോലെ തന്നെ പറയുവാൻ താമസമുള്ളവരായിരിക്കണം. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എടുത്തു ചാടി മറുപടി പറയരുത്. കേൾക്കണം, സൗമ്യതയോടെ സാവധാനതയോടെ ഇത് കേൾക്കണം. എന്നിട്ട് സ്വതം ക്രിസ്തുവിൽ അവരോട് മറുപടി പറയണം. ദൈവവചനത്തിലൂടെ അവരോട് മറുപടി പറയണം. സ്വതം ജഡത്തിന്റെ ആലോചനയിലോ ബുദ്ധിയിലോ എടുത്തു ചാടി നമ്മൾ മറുപടി പറയരുത്. അവർ കടിച്ചു കീറാൻ വരുന്നവരാകട്ടെ, വലിയ ഭാരത്തോടെ വരുന്നവരാകട്ടെ, വലിയ തുളുമ്പുന്ന സങ്കടങ്ങളോടെ വരുന്നവരാകട്ടെ, വലിയ സന്തോഷത്തോടെ വരുന്നവരാകട്ടെ, വലിയ അധികാരത്തോടെ വരുന്നവരാകട്ടെ, ചിലർ അടിച്ചേൽപ്പിക്കാൻ വരുന്നവരാകട്ടെ, അങ്ങനെ വിവിധമായ തലങ്ങളിൽ ചിലർ അബ്യൂസ് പറയുന്നവരാകട്ടെ, ഏത് തലത്തിലാണേലും ആരെ എങ്ങനെയൊക്കെ നിങ്ങളോട് സംസാരിച്ചാലും എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നാം ഉത്തരം പറയേണ്ടത് എങ്ങനെയാണെന്ന് തിരുവചനം നമ്മളോട് പറയാണ്. നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം, നാം ഉത്തരം പറയേണ്ടത് എങ്ങനെയാണ്. ഇന്ന് പകൽ ദൈവമക്കൾ എങ്ങനെ ഉത്തരം പറയണം എന്നതിനെ പറ്റി ഉള്ള ഒരു വചനഭാഗമാണ് ഈ പറയുന്നത്. അടുത്ത വാക്യത്തിൽ പറയാം, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകട്ടെ. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകട്ടെ. തിരുവചനം പറയുകയാണ്, സ്തോത്രം, നിങ്ങളുടെ വാക്ക് പൊൻതളികയിലെ നാരങ്ങ പോലെ തക്ക സമയത്തെ വാക്കെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് അധികാരമുള്ള നാവാണ്. സ്തോത്രം. തിരുവചനം പറയുന്നത് ജീവനും മരണവും നിങ്ങളുടെ നാവിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ പ്രാധാന്യമേറിയതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. സ്തോത്രം. അതിനുള്ളിൽ ജീവൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ സ്തോത്രം ഒരു വലിയ ആയുധം ഉപയോഗിക്കുന്നത് പോലെയാണ് ഓരോ ദൈവവേദിലും നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമ്മളത് മറന്നു പോകരുത്. നമ്മുടെ വാക്കുകൾ നമുക്ക് വിപത്തുണ്ടാക്കാം. സ്തോത്രം. നമ്മുടെ വാക്കുകൾ നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുരന്തമാക്കി തീരും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീരും. നമ്മുടെ വാക്കുകൾ ജീവിപ്പിക്കുന്നതായി തീരും. അപ്പം നമ്മുടെ ഉത്തരത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് തിരുവചനം പറയുന്നത്. ഇന്നലെ പകല് ഒരു പ്രിയ സഹോദരൻ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് നേരത്തെ മോശമായി സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം എനിക്ക് മോശമായി ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. സ്വതന്ത്രം. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് കയ്പ് തോന്നിയില്ല. അദ്ദേഹം എന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു പക എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം കേട്ടപ്പോൾ എനിക്ക് ആ സങ്കടത്തോട് ചേർന്ന് ഞാനും ഇമോഷണലായി ജഡത്തിൽ പറയുവാനും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിനെ കേൾക്കുകയും അതിനെ വളരെ ശാന്തമായി അതിനെ കേൾക്കുവാനായിട്ടും എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ മേളിൽ സംസാരിച്ചു. വളരെ ശാന്തമായി കേൾക്കുവാൻ, ഉച്ചകഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റിയില്ല. സുതരം. എങ്കിലും കേൾക്കുവാൻ സംഭവിച്ചു. പക്ഷെ ഞാൻ ചില വാക്കുകൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു ദോഷവും സംഭവിക്കത്തില്ല, നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഒന്നും ഭാരപ്പെടേണ്ട, അതെല്ലാം ശരിയാകും എന്ന് പറയുവാനുള്ളൊരു മനസ്സ്. എന്നോട് പറഞ്ഞ വാക്കുകൾ വെച്ച്, എന്നോട് പറഞ്ഞ മോശം വാക്കുകൾ വെച്ച് കഴിഞ്ഞ നാളിൽ
പറഞ്ഞ വാക്ക് വെച്ച് എനിക്ക് തിരിച്ച് അങ്ങനെ പറയാൻ പറ്റാത്ത മനോഭാവം എൻ്റെ ഉള്ളിൽ കയറി വരാം. പക്ഷേ അവിടെ എങ്ങനെ, ഞാനൊരു ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ അഭിഷക്തനാണ്, ദൈവിക അധികാരം എൻ്റെ മേലുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദുരന്തം പെയ്യാനല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം അനുഗ്രഹമാകുവാൻ, അദ്ദേഹത്തിൻ്റെ മുറിവുകൾ കെട്ടപ്പെടുവാൻ, അദ്ദേഹത്തിൻ്റെ ഭാരം മാറുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചുരുങ്ങിയ 1-2 വാക്കുകളിൽ അദ്ദേഹത്തോട് ആദ്യം വിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇദ്ദേഹം ഈ വിഷയം പറഞ്ഞു. ഞാൻ തിരക്കിന് നടുവിലായിരുന്നെങ്കിലും ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ആ വിഷയങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, തൻ്റെ മകൻ ഭാരത്തില, സ്വർഗം അതിനൊരു പരിഹാരം കൊടുക്കണമേ. ആ മുറിവേൽക്കാത്ത നിലയിൽ അതിനിടയിലെ സംശയങ്ങളും ആകുലതകളും എല്ലാം മാറി സമാധാനത്തിൻ്റെ ആത്മാവ് ആ കുടുംബത്തിലേക്ക് വ്യാപരിക്കേണ്ടതിനെ പ്രാർത്ഥിച്ചു. എനിക്കറിയാം ആ മകൻ പിന്നെ വിളിച്ചില്ലെങ്കിലും ആ ഹൃദയത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന വാക്ക് അദ്ദേഹം പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ നമ്മൾ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹവുമായുള്ള ബന്ധം ഉടഞ്ഞു പോയത്. അതുപോലെ തന്നെ അദ്ദേഹം ആ വേദനയോടെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വേദനയ്ക്ക് ഒത്തവണ്ണം കഴിഞ്ഞ നാളിൽ പറഞ്ഞ പകയുള്ള മനസ്സോടെ ഞാൻ തിരിച്ചു സംസാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം മുറിഞ്ഞേനെ. പക്ഷേ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? കൃപയോടുകൂടി. കൃപ എന്ന് പറയുന്നത് എന്നാ? ദൈവത്തിൻ്റെ ദാനമാണ്. കൃപ ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത് കൃപ. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്നാ? ദൈവത്തിൻ്റെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത് നമുക്ക് നൽകി ക്രിസ്തുവാണ്. ആ ക്രിസ്തു വചനമാണ്. ആ വചനമാകുന്ന ക്രിസ്തുവിലൂടെ വേണം നാം ഒരു വ്യക്തിയോട് മറുപടി പറയാനായിട്ട്. തിരുവചനം എങ്ങനെ പറയുന്നത്? കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഉപ്പ് കൊണ്ട് അങ്ങനെ ശുചീകരിക്കുന്നതാണ് ഉപ്പ്, അല്ലേ? അതിൻ്റെ കീടത്തിനെല്ലാം മാറ്റുന്നതാണ്. സ്വതന്ത്രം അതിൻ്റെ ജെംസ് എല്ലാം മാറ്റാൻ ഉപ്പ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഉപ്പ് ഒരു കറിയിലേക്ക് വന്നാൽ അതിന് രുചി വരുത്തുവാനിടയായി തരും. അതുകൊണ്ടാണ് പറയുന്നത് ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് ചെയ്യും? മനുഷ്യൻ ചവിട്ടുവാനേ കൊള്ളുള്ളൂ. അപ്പം നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്, ഭൂമിക്ക് രുചി വരുത്തുന്നതാണ്. അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ അനുഗ്രഹമാക്കുന്ന ഒരു വ്യക്തിയാണ് നാം. ഉപ്പിനാൽ രുചി വരുത്തിയതായി നമ്മുടെ നാവുകൾ തീരട്ടെ. നാവിലൂടെ ദോഷം വരെ ആ നാവിനെ ശുദ്ധീകരിച്ച നാവായി തീരട്ടെ എന്നർത്ഥം. അതിനകത്തുനിന്ന് ശുദ്ധമായതും സ്വതന്ത്രം വിശുദ്ധമുള്ള വാക്കുകളും സ്വതന്ത്രം അനുഗ്രഹ വാക്കുകളും വരുവാനിടയായി തീരട്ടെ. അപ്പൊ കൃപ എന്ന് പറഞ്ഞാൽ, കൃപ ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പൊ കൃപ എന്ന് പറയുമ്പോൾ ക്രിസ്തുവായി നമ്മുടെ കരങ്ങളിൽ. ആ ക്രിസ്തുവിലൂടെ, വചനം ജഡമായി തീർന്ന ക്രിസ്തു, ആ വചനത്തിലൂടെ നാം സ്വതന്ത്രം ആൾക്കാരോട് ഉത്തരം പറഞ്ഞാൽ, കേട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ കേൾപ്പാൻ വേഗത ഉണ്ടായിരിക്കണം, പറവാൻ താമസമായിരിക്കണം. കേട്ട് നമ്മൾ ക്രിസ്തുവിൽ അതിന് ഉത്തരം പറഞ്ഞാൽ ദൈവത്തിൽ ഒരു കാര്യവും അസാധ്യമല്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നമുക്കൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കും. എനിക്കറിയാം അടുത്ത ദിവസങ്ങളിൽ ആ കുടുംബത്തിൽ ഒരു അത്ഭുതം നടക്കും. അദ്ദേഹത്തിൻ്റെ മാനസികമായ വിഷമങ്ങൾ അദ്ദേഹത്തിന് മാറും. അദ്ദേഹത്തിന് ദൈവം ഒരു അനുഗ്രഹമായ ജീവിതം നൽകും. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ അദ്ദേഹം പുറക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകും, അതുകൊണ്ട് പറയുന്നതാണെന്ന്. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, പിന്നെ ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയും? യഥാർത്ഥത്തിൽ ഒരു ദൈവം ഇതിൽ ലോകത്തെ ഉൾക്കൊള്ളില്ലെങ്കിൽ, നമ്മുടെ സമസൃഷ്ടങ്ങളെ ഉൾക്കൊണ്ടില്ല, മറ്റാർക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അവർ ദൈവത്തെ അറിയുമ്പോൾ അവരിൽ സൗമ്യതയും സാവധാനതയും ഒക്കെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ കാത്തിരിക്കണം. അവരോട് നമ്മൾ സംസാരിക്കും, കൃപയോടെ സംസാരിക്കണം. അവർക്ക് മുറിവേക്കാതെ, ഒരു മൺപാത്രമോ ഉടഞ്ഞു പോകാതെ, ഒരു ചില്ലുപാത്രമോ ഉടഞ്ഞു പോകാതെ നമ്മൾ അവരോട് സംസാരിക്കണം. അപ്പം നാളുകളിൽ ക്രിസ്തുവിൽ അത് നേടുവാനും കർത്താവ് ഇടയാക്കി തീരും. അപ്പോൾ ഒരു ദൈവം ഇതിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിച്ചത്. കൃപയോടുകൂടി സംസാരിക്കണം. എങ്ങനെ? ഉപ്പിനാൽ രുചി വരുത്തി കൃപയോടുകൂടി എന്ന് പറഞ്ഞാൽ കൃപ, ദൈവത്തിന്റെ ദാനം, തിരുവചന അടിസ്ഥിതമാക്കി ദൈവം എങ്ങനെ ഈ സാഹചര്യങ്ങളെ കാണാം. നിനക്കൊരു സാഹചര്യത്തോട് സംസാരിക്കാൻ തോന്നുമ്പോൾ സ്നേഹിത, കർത്താവാണ് അവിടെ എന്താ മറുപടി പറയുന്നത്? നിനക്ക് അത് വരണം, നീ അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞതല്ലേ, നിനക്ക് ഇന്ന പോലെ സംഭവിക്കണം, നീ അതാണ് ഇതാണ്, നീ മോശമാണ്, നീ ആള് ശരിയല്ല. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കഥയനുസരിച്ച് അദ്ദേഹം വളരെ മോശമായ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ മോശമായി കാണുവാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരുപാട് ഒരു ചതിയനായ മനുഷ്യനായിട്ട് എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ടെങ്കിൽ തന്നെയും പക്ഷെ ഞാൻ ആ നിലയിലല്ല അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സെനിക്ക് ഉണ്ടാവുകയാണ്. ഞാനെന്ന് പറഞ്ഞ കൃപ നമുക്കുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി പെയ്യും. എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളുകളെ മനുഷ്യന്റെ കണ്ണുനീർ തോർത്തുകയും ആ മനുഷ്യൻ അനുഗ്രഹമായ ഒരു ജീവിതം നൽകുകയും ഉടച്ചിലുകൾ മാറുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ മറ്റുള്ളവർക്ക് കൃപയാൽ ഉപ്പിനാൽ രുചി വരുത്തിയ നിലയിൽ സംസാരിക്കാമെങ്കിൽ ഈ സമൂഹം എത്ര മനോഹരമായി തീരും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യമാണ്, എടുത്തിയാടി ഒരു കാര്യത്തിലും തീരുമാനം പറയരുത്, എടുത്തിയാടി ഉത്തരം പറയരുത്, സിറ്റുവേഷൻസിൽ പ്രകോപിതരാകരുത്, സ്വന്തം അതിനനുസരിച്ച് ആൾക്കാരോട് പ്രതികരിക്കരുത്. സൗമ്യതയോടെ, കർത്താവ് പറഞ്ഞ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. അദ്ദേഹം എനിക്ക് പല തവണ എന്നോട് പറയുമ്പോഴും എൻ്റെ മനസ്സ് അത് എന്താ പറയുക, അറിവില്ലായ്മയിൽ പറയുന്ന അല്ലെങ്കിൽ സ്വതന്ത്രം വികാരങ്ങൾക്കൊത്തവണ്ണം പറയുന്ന ഒരു വ്യക്തിയോട് സ്വതന്ത്രം നമുക്കെങ്ങനെ സഹതാപമാണ് തോന്നേണ്ടത്. സ്വതന്ത്രം അദ്ദേഹം ഒരു രോഗത്താലാണ്. സ്വതന്ത്രം ഇപ്പോൾ ഒരാൾ നിങ്ങളോട് അനാവശ്യമായി വൈരാഗ്യം കൂടുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു, നിങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പിശാച് ഒരു രോഗിയാക്കി ബന്ധിച്ചിരിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ഹൃദയം മടങ്ങി വരുമ്പോൾ, നേരിനെ കാണുവാൻ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്വതം പ്രകാശം വരും. അപ്പൊ ആ ഇരുട്ട് കണ്ണുകൾ മാറി വെളിച്ചമുള്ള കണ്ണുകൾ കൊണ്ട് അദ്ദേഹം കാണുമ്പോൾ സാഹചര്യങ്ങളെ അനുകൂലമായി, നന്മയായി, സന്തോഷമായി കാണാൻ കഴിയും. ഇന്ന് നിങ്ങളെ തിന്മയായി തോന്നുന്നവർക്ക് നാളെ നിങ്ങൾ നന്മയായി അവർക്ക് തോന്നുവാൻ, അവരുടെ കണ്ണുകൾ പ്രകാശിക്കണമെങ്കിൽ നിങ്ങൾ അവരോട് കൃപയോടുകൂടി വർത്താനം പറയണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് നിങ്ങൾ കൃപയോടുകൂടി വർത്താനം പറയണം. നിങ്ങളെ അപമാനിക്കുന്നവരോടും കൃപയോടുകൂടി വർത്താനം പറയണം. നിങ്ങൾ ഏത് നിലയിൽ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അവരോട് കൃപയോടുകൂടി ദൈവവചനത്തിൽ അധിഷ്ഠിതമായി മാത്രമേ സംസാരിക്കുള്ളൂ. കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം, പറവാൻ താമസമുള്ളവരായിരിക്കണം, തക്ക സമയത്ത് നാവ് പോലെ പൊൻതളികയിലെ നാരങ്ങ പോലെ ആയിരിക്കണം നിങ്ങളുടെ വാക്കുകൾ വരേണ്ടത്. സ്വതന്ത്രം അത് വചന ധ്യാനിക്കുന്ന ഒരു ദൈവത്തിന് സാധിക്കും. ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കും. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് സാധിക്കും. ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളാണതെന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം? ക്രിസ്തു പറയുന്നത് പോലെ പറയണം. ക്രിസ്തു എങ്ങനെയായിരുന്നു ആ സാഹചര്യത്തോട് സംസാരിക്കും, അതേ രീതിയിൽ പറയാം. അതിനാണ് കൃപയോടുകൂടിയ വാക്ക് എന്ന് പറയുന്നത്. ഇന്ന് പകൽ നമ്മളൊക്കെ കൃപയോടുകൂടി സംസാരിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട. ഇന്ന് പകൽ സംസാരിക്കാൻ പോകുന്ന സകലർത്തും ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. കൃപയോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന കൃപയുള്ള വാക്കുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. പരാജയങ്ങളെ ജയങ്ങളാക്കുന്ന കൃപയോടുകൂടിയ വാക്കാകട്ടെ. തിന്മയെ നന്മയാക്കി മാറ്റുന്ന കൃപയോടുകൂടിയ വാക്കുകളാകട്ടെ. ദോഷത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന കൃപയോടുകൂടിയ വാക്കുകളായി നിങ്ങളുടെ വാക്കുകൾ മാറട്ടെ. കർത്താവിനെ പോലെ സംസാരിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷകമായ യേശുവിന്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഇന്ന് വേദനയോടെ കാണുന്നവർ, ദുഃഖത്തോടെ കാണുന്നവർ, കുടുംബം മുടഞ്ഞ് വേദനയോടെ നൊമ്പരത്തോടെയൊക്കെ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബം തകർന്നു പോകാനിടയാകരുത്. സമാധാനത്തിന്റെ ദൈവം കുടുംബങ്ങളെ കാക്കുമാറാകണമേ. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമേ. കർത്താവെ, സംശയത്തിന്റെയും ആകുലതയുടെയും ദുരാത്മാവിനെയും ദുഷ്ടപിശാചിനെയും ശാസിച്ചകറ്റുന്നു. കുടുംബങ്ങളിൽ സ്വസ്ഥതകൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ സമാധാനപൂരിതമാകട്ടെ. വിദ്യാഭ്യാസം, പരീക്ഷകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നവർ പഠനങ്ങൾ അനുഗ്രഹവും വിജയവുമുള്ളതായി തീരട്ടെ. ബുദ്ധി പ്രകാശിക്കട്ടെ. ഉന്നത വിജയങ്ങൾ അവർക്കുണ്ടാകേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വരുമാന സ്രോതസ്സുകൾ അടഞ്ഞു പോയവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരുടെ മേൽ പകരട്ടെ. ദൈവിക നന്മകളെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവർക്ക് കൃപ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടഭാരങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ആശ്വാസം നൽകണമേ. കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിൽ ചില ഭാരത്തോടെയൊക്കെ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചാനൽ വണ്ണിലെ സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. അവർ പങ്കാളികളുടെ ക്ഷീണങ്ങൾ മാറട്ടെ. പങ്കാളികൾ ഒന്നിക്കട്ടെ. സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ചില ഉടഞ്ഞ കുടുംബങ്ങളിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. കർത്താവെ, അവരുടെ ഐക്യതയുടെ ആത്മാവിനെ ഞാൻ പകരുന്നു. ദൈവമഹത്വമോടെ ഇറങ്ങട്ടെ. കർത്താവെ, അവരുടെ കുടുംബത്തെ മുതലെടുക്കുന്ന ദുരാത്മാവിനെ, അവരുടെ കുടുംബത്തിലേക്ക് സംസാരിക്കുന്ന മൂന്നാമത വ്യക്തിത്വങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ചില വ്യക്തികൾ ഇടപെട്ട് ചില കുടുംബങ്ങൾ കുടച്ചിൽ കാരണമാകുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ ശാസിച്ച് പുറത്താക്കുന്നു. കർത്താവെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ പഠനത്തെ അനുഗ്രഹിക്കുന്നു. ഭാവിയെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, സ്വന്തം ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു. ജോലികളെ അനുഗ്രഹിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയവർ, കർത്താവ്, ജോലിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കും. കർത്താവിന്റെ വിടുതലിന്റെ കരങ്ങൾ അവരോട് കൂടിയിരിക്കണമേ. അവർക്ക് പുതുവാതിലുകളും നന്മയുടെ വഴികളും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർ ശ്രേഷ്ഠതയുള്ള വഴികൾ തുറക്കണമേ. ചില ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് കാത്തു നിൽക്കുന്നവർക്ക്, കർത്താവെ, വിസ വരുവാനുള്ളവർക്ക് തക്ക സമയത്ത് അത് ഒരുങ്ങട്ടെ എന്നായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വവും അത്ഭുതങ്ങളും ഞങ്ങളുടെ വ്യക്തികളിലും കുടുംബങ്ങളിലും കാണട്ടെ. ഇന്ന് പകൽ ഈ മീറ്റിംഗ് കാണുന്ന ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിട്ട് സമാധാനത്തിന്റെ ആത്മാവിനെ അവരിൽ അയക്കുന്നു. കൃപയിൽ അവിടുന്ന് സൂക്ഷിച്ചാട്ടെ. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയാൻ ഇന്ന് പകലിൽ കടന്നു പോകുന്ന ഓരോ എൻ്റെ സഹോദരങ്ങളെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളെ നൽകുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യും. പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നന്മകൾ കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുമാറാകട്ടെ. സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. God bless you. Love you, everyone.